സ്വന്തമായ ഒരു വരുമാനം കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ട് മാത്രം പലരും ആ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ സ്ത്രീകൾക്ക് സ്വന്തമായി തയ്യൽ യൂണിറ്റോ ബ്യൂട്ടി പാർലറോ ചെറിയ കച്ചവടങ്ങളോ ഫാമുകളോ ഒക്കെ തുടങ്ങാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന നിരവധി പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. വളരെ കുറഞ്ഞ പലിശയിലും ലക്ഷങ്ങളുടെ സബ്സിഡിയോടും കൂടി സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന 5 സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 1. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. തയ്യൽ മെഷീൻ വാങ്ങാൻ, ബ്യൂട്ടി പാർലർ തുടങ്ങാൻ അല്ലെങ്കിൽ ആട് കോഴി വളർത്തൽ പോലുള്ള ചെറിയ ഫാമുകൾ ചെയ്യാൻ ഇതിലൂടെ ലോൺ ലഭിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1,40,000 രൂപ വരെ ലോൺ ലഭിക്കും എന്നുള്ളതാണ്. പലിശ നിരക്ക് വെറും 4% മാത്രമാണ്. ലോൺ തുക 3 വർഷം കൊണ്ട് തുല്യ ഗഡുക്കളായി തിരിച്ചടച്ചാൽ മാത്രം മതി. ബാങ്കുകളേക്കാൾ വളരെ കുറഞ്ഞ പലിശയിൽ സ്ത്രീകൾക്ക് ഇത് ലഭ്യമാവുകയും ചെയ്യും. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാകുന്നത്. OBC അല്ലെങ്കിൽ ഇതര പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. കേരളത്തിൽ സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ഓഫീസുകൾ വഴിയോ അല്ലെങ്കിൽ ചാനൽ പാർട്ട്ണർമാരായ തിരഞ്ഞെടുത്ത സഹകരണ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. കുടുംബശ്രീ CDS വഴിയും ഇതിന്റെ സഹായം ലഭ്യമാകാറുണ്ട്. 2. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ സ്വന്തം കുടുംബശ്രീ വഴിയുള്ള പദ്ധതികളാണ്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുറച്ചുപേർ ചേർന്നോ ഗ്രൂപ്പ് സംരംഭങ്ങളായോ കാറ്ററിംഗ്, പേപ്പർ ബാഗ് നിർമ്മാണം, ഡ്രസ് മേക്കിംഗ്, അച്ചാർ നിർമ്മാണം എന്നിവയൊക്കെ തുടങ്ങാൻ കുടുംബശ്രീ വഴി വായ്പ ലഭിക്കും. ഗ്രൂപ്പിന്റെ സ്വഭാവം അനുസരിച്ച് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വളരെ കുറഞ്ഞ പലിശയിലോ അല്ലെങ്കിൽ പലിശരഹിത വായ്പയായോ കുടുംബശ്രീ CDS ഇത് നടപ്പിലാക്കിയെടുക്കുന്നുണ്ട്. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് പലിശ സബ്സിഡിയും ലഭിക്കും. ഫലത്തിൽ വളരെ കുറഞ്ഞ പലിശയ്ക്കോ അല്ലെങ്കിൽ പലിശയില്ലാതെ തന്നെയോ ഈ ലോൺ ഉപയോഗിക്കാമെന്നതാണ്. കുടുംബശ്രീ വഴി ലഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസസ് ലോൺ, ലിങ്ക് ലോൺ എന്നിവയും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നവയാണ്. 3. പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി തൊഴിൽ ഉൽപാദന പദ്ധതിയാണ്. കുറച്ചുകൂടി വലിയ രീതിയിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു നിർമ്മാണ യൂണിറ്റോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പറ്റിയ പദ്ധതിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ഗവൺമെന്റ് നൽകുന്ന വമ്പൻ ഇളവാണ്. സ്ത്രീകൾക്ക് ഈ പദ്ധതി വഴി ലോൺ എടുക്കുമ്പോൾ 35% വരെ സബ്സിഡി ലഭിക്കും. അതായത് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ അതിൽ 3.5 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ല. അത് ഗവൺമെന്റ് തരും. ബാക്കി തുക മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. 4. പദ്ധതി ഉദ്യോഗിനി പദ്ധതിയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്ന് മാത്രം. എന്നാൽ വിധവകൾക്കും ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും വരുമാനത്തിൽ പരിധിയില്ല. ഈ പദ്ധതിയിലൂടെ ബിസിനസ് തുടങ്ങാൻ പലിശരഹിത വായ്പകളും 30% വരെ സബ്സിഡിയും സർക്കാർ അനുവദിക്കുന്നുണ്ട്. ഈ ലോണിനായി പൊതുമേഖലാ ബാങ്കുകളെയോ അതായത് SBI, കാനറ ബാങ്ക് പോലുള്ളവ, വലിയ സഹകരണ ബാങ്കുകളെയോ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളെയോ സമീപിക്കാവുന്നതാണ്. ബാങ്കുകളിൽ നിന്നും ഇതിന്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വ്യവസായ കേന്ദ്രം വഴിയും ഇതിന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അവസാനത്തെ പദ്ധതിയാണ് ലഖ്പതി ദീദി യോജന. സ്വയം സഹായ സംഘങ്ങളിലും കുടുംബശ്രീയിലും ഉള്ള സ്ത്രീകളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ സ്ത്രീകൾക്ക് LED ബൾബ് നിർമ്മാണം, കൃഷി അധിഷ്ഠിത തൊഴിലുകൾ, സാങ്കേതിക മേഖലകൾ എന്നിവയിൽ സൗജന്യമായി ട്രെയിനിങ് നൽകും. കൂടാതെ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഡ്രോൺ ദീദി പോലുള്ള അത്യാധുനിക പരിശീലനവും ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ കുടുംബശ്രീ CDS എന്നിവ വഴി ഈ പദ്ധതികളുടെ കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു കൈത്താങ്ങാവാൻ ഈ വിവരങ്ങൾ ഉപകരിക്കുമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.